പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നാളെ ഗവർണർക്ക് കൈമാറും. സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളാണ് ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ അന്വേഷിച്ചത്. കൊച്ചി കുസാറ്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ച് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു. മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും കേസിൽ പ്രതി ചേർക്കണം എന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നതിന് സാക്ഷികളായ വിദ്യാർത്ഥികളടക്കം 28 പേരുടെ മൊഴികൾ കമ്മീഷൻ രേഖപ്പെടുത്തിയിരുന്നു. നേരിട്ടും ഓൺലൈൻ വഴിയുമായിരുന്നു വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഹോസ്റ്റൽ ജീവനക്കാർ എന്നിവരുടെ മൊഴികൾ രേഖപ്പെടുത്തിയത്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശും അമ്മ ഷീബയും കമ്മീഷന് മുന്നിൽ മൊഴി നൽകാനെത്തിയിരുന്നു. മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും പ്രതികളാക്കണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതും കുടുംബത്തെ ആശങ്കയിലാക്കിയിരുന്നു. കുസാറ്റ് ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ജസ്റ്റിസ് ഹരിപ്രസാദ് കമ്മീഷൻ മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നത്. നിർണായകമായ നിരവധി മൊഴികൾ കമ്മീഷൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സിദ്ധാർത്ഥന്റെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളിൽ വൈസ് ചാൻസലർ ഡോക്ടർ MR ശശീന്ദ്രനാഥ്, ഡീൻ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ ഉമാകാന്തൻ എന്നിവർക്ക് വീഴ്ചയുണ്ടായോ എന്നും കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. VC അടക്കമുള്ളവർക്ക് വീഴ്ചകളുണ്ടോ എന്ന് കണ്ടെത്താനാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കമ്മീഷനെ ചുമതലപ്പെടുത്തിയത്. 3 മാസത്തെ കാലാവധിയിലാണ് ജസ്റ്റിസ് എ ഹരിപ്രസാദ് കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചത്. റിപ്പോർട്ട് നൽകാൻ ഓഗസ്റ്റ് 29 വരെ സമയമുണ്ടെങ്കിലും ഇതിനു മുമ്പ് തന്നെ അന്വേഷണം പൂർത്തിയാവുകയായിരുന്നു. എൻക്വയറി കമ്മീഷൻ ആക്ട് പ്രകാരം സർക്കാർ പ്രഖ്യാപിക്കുന്ന അന്വേഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി വെറ്റിനറി സർവകലാശാല നിയമപ്രകാരമാണ് ചാൻസലർ കൂടിയായ ഗവർണർ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചത്. റിപ്പോർട്ടിന്മേൽ ഗവർണർ നടപടികൾക്ക് നിർദ്ദേശം നൽകും. സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഏപ്രിലിൽ CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ ഫെബ്രുവരി 18-നാണ് ഹോസ്റ്റൽ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിനു മുമ്പ് സിദ്ധാർത്ഥ് ക്രൂരമായ റാഗിങ്ങിനും ഇരയായിരുന്നു. ജനം, കൊച്ചി.